ഇത് സിംഗിൾ ടിപ്പിന്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എക്സോസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ പോവാണ്. ആരെടുത്തേടാ നമ്മളിതിനകത്ത് ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ട്രിബൻ്റെ ഡാമ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. 2 ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് DD തന്നെ കോമ്പൗണ്ട് സ്പീക്കർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കിക്കറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സബ് ഒന്നും നമ്മൾ ഇതിനകത്ത് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. സബ്ബൊക്കെ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് ദിവസം മുമ്പായിട്ട്, അതായത് ഒരു മാസം മുമ്പായിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. നമ്മളെ സ്വിഫ്റ്റിൻ്റെ തന്നെ ടൈപ്പ് 2 മോഡൽ എക്കാന്ന് പറഞ്ഞ എഡിഷൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭാഗത്തേക്കുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞാൽ നൈറ്റ് വീഡിയോ എടുത്താൽ അത് കറക്റ്റ് ആയില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി വീഡിയോസ് ഒന്നും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷൻ, നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ നമ്മുടെ DDയും കിക്കൊക്കെ ചെയ്ത് കമ്പോണൻറ്റും ഡോർ ഡാമ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഹെവി ആയിട്ട് വർക്കൊക്കെ ചെയ്തതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ ലിങ്ക് കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അധികം ഒന്നും വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളെ 2017 മോഡൽ സ്വിഫ്റ്റ് ടെക്കാന്ന് പറഞ്ഞ എഡിഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോസ് ഞാൻ കഴിഞ്ഞ പാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഇട്ടുതരാം കേട്ടോ. അത് വണ്ടി എങ്ങനെയാണ് ഇരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ നേരത്ത് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് മോൺസ്റ്റർ സ്പോയിലറും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിരുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്തതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇൻറ്റീരിയറിൽ കുറേ വർക്കുകൾ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയുടെ കളർ കാര്യങ്ങളെല്ലാം ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ വർക്കും കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഷോപ്പ് വന്നിരിക്കുന്നത് ആറ്റിങ്ങൽ ചാത്തൻപാറ എന്ന പ്ലേസിലാണ്. അപ്പം നമ്മളെ ഷോപ്പും NH ആയിരുന്നു ഇത്ര ഡിസ്റ്റൻസാണ് ആ പാടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോയ്സ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം എന്ന് ഞാൻ ഫസ്റ്റിലേ പറയുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ആദ്യമേ തന്നെ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ വരിക നമ്മളെ ലീമിയർ കൺസെപ്റ്റിൻ്റെ തന്നെ നമ്മളെ ഹെഡ്ലൈറ്റാണ് ചെയ്തിരിക്കുന്നത്. കസ്റ്റം ഹെഡ്ലൈറ്റാണ്. ഈ ഹെഡ്ലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഈ വണ്ടിയുടെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലാണ് ഇത് കസ്റ്റം ചെയ്തത്. ഏകദേശം നമുക്കൊരു 20 ദിവസത്തിന് മേളിലെടുക്കും ഇതിൻ്റെ വർക്ക് ചെയ്ത് നമുക്ക് കൈ കിട്ടുവാൻ വേണ്ടിയിട്ട്. നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് തരാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഹെഡ്ലൈറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഈ ഒരു ഹെഡ്ലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നല്ല ടൈം എടുക്കും. അതാണ് ഞാൻ ഇതിനകത്ത് ഫസ്റ്റിലേ തന്നെ പറഞ്ഞത്. അപ്പോൾ അതാ നമ്മളിതിനകത്ത് ഹണി കോംബ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഹണി കോംബ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇൻഡിക്കേറ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിനകത്തൊരു DRL ചെയ്തിട്ടുണ്ട്. DRLായിട്ടല്ല, പാർക്കിലാണ്. ഇതിപ്പോൾ നമ്മൾ നോർമലി DRലാണ് കണക്ഷൻ കൊടുത്തത്. പിന്നെ നമ്മളൊരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഡിമ്മും ബ്രൈറ്റും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു പ്രൊജക്ടറിൻ്റെ അകത്ത് നമുക്ക് സിംഗിൾ പ്രൊജക്ടർ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വൈഡായിട്ട് ഇടും. അതേപോലെ തന്നെ കമ്പനി ഫോക്കസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് വർക്ക് ആവുകയും ചെയ്യും കേട്ടോ ഈ ഒരു ഹെഡ്ലൈറ്റിന്. അത് കണ്ടില്ലേ. പിന്നെ നമ്മൾ ഇതിനകത്ത് LDRL കൊടുത്തിട്ടുണ്ട്. L ടൈപ്പ് DRL കൊടുത്തിട്ടുണ്ട്. LDRL നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കാര്യം നമുക്ക് എല്ലാ ലൈറ്റിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് നമുക്ക് റിംഗ് ലൈറ്റാണ് വരുന്നത്. അതിനകത്ത് വിത്ത് DRL ഇൻഡിക്കേറ്റർ വിത്ത് ഫോഗ് ലാമ്പാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഡെക്കാൻ തന്നെ സ്കേറ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വണ്ടി റെഡും വൈറ്റും ആയിരുന്നു. ഈ സ്കേറ്റൊക്കെ വന്നിട്ട് റെഡ് കളറായിരുന്നു. സ്കേറ്റെല്ലാം നമ്മൾ മാറി വൈറ്റ് കളറിലോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഹണി കോംബ് ഗ്രില്ലാണ് ചെയ്തത്. ആ ഗ്രില്ലിനകത്ത് സ്മോക്ക് പെയിൻറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്മോക്ക് എല്ലാം മാറ്റ് ഫിനിഷ് പെയിൻ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് ആണല്ലേ, ഇത് നമ്മളെ F1ൻ്റെ ജെൽ പ്ലേറ്റാണ് ചെയ്തത്. ഇത് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഇളവി പോകത്തൊന്നുമില്ല. ജസ്റ്റ് ഈ സൈഡിൽ മാത്രം നമുക്ക് പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ഇത് വരുമെന്ന് മാത്രമേ. സെൻറ്ററിലെല്ലാം പക്കാ പിടുത്തമായിരിക്കും ഇതിനകത്ത് വരുന്നത്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ നമ്പർ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്കേട്ടൊക്കെ നമ്മൾ രണ്ടാമത് ചെയ്തതല്ല, വണ്ടിക്കൂടെ വരുന്നതാണ്. ഈ സ്കേട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറിജിനൽ സാധനം തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഈ ഷോറൂമിൽ തന്നെ അല്ല, നമ്മളടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഈ ഒരു സ്കേട്ടും കാര്യങ്ങളൊക്കെ, സൈഡ് സ്കേട്ടും കാര്യങ്ങൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡ് മിറർ റെഡ് ആയിരുന്നു, അതൊക്കെ മാറ്റി നമ്മൾ ഇതിനകത്ത് സ്മോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ടോപ്പ് ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് നമ്മളെ ഈ സൈഡ്, അതായത് നമ്മളെ ഈ സൈഡ് ഇത്രയും ഭാഗം വരെ നമ്മൾ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തതിൻ്റെ കാര്യം നമ്മൾ വണ്ടി ഡൂൾ ടോൺ കളറിലോട്ട് ചേഞ്ച് ചെയ്തതാണ്. ചേഞ്ച് ചെയ്ത കാര്യത്തിൽ നമ്മൾ RTA പോയി അപ്രൂവൽ മേടിച്ചതിന് ശേഷമാണ് ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ പിടിക്കുകയോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടില്ല. അത് വേറൊരു കേസാണ് കേട്ടോ. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ക്ലെയിം കിട്ടത്തില്ല. ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൂൾ ടോൺ കളർ നമ്മളെ ബുക്കും പേപ്പറിലും വന്നിരിക്കണം. എങ്കിൽ മാത്രമേ ക്ലെയിം അപ്രൂവൽ ആവത്തുള്ളൂ. അപ്പോൾ എന്താ, പിന്നെ നമ്മൾ അലോയ് ഇട്ടിട്ടുണ്ട്. അലോയ് നമ്മളിട്ട് GTR പോയ അലോയ്സ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നുണ്ട്.
GTR പവർ അലോയ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് 215 50 17 നമ്മൾ ഇട്ടിരിക്കുന്നത്. 17 ഇഞ്ചാണ് സൈസ് ഇട്ടിരിക്കുന്നത്. അതായത് 7.5J ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നമ്മൾ 8J ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീലിന് വെളിയിൽ തള്ളി നിൽക്കുക, അതായത് ബോഡിയായിട്ട് വീല് വെളിയിലോട്ട് തള്ളി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീലിനകത്ത് നിൽക്കുന്ന രീതി തന്നെയാണ് കറക്റ്റ് ചെയ്തത്. അതായത് വീലായിട്ട് ഏകദേശം സെയിം റേഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു അലോയ് വീല് നമ്മൾ സെറ്റ് ചെയ്താൽ കണ്ടില്ലേ, ബോഡിയായിട്ട് നമുക്ക് ഓവറായിട്ട് വെളിയിലോട്ടൊന്നും തള്ളി വരില്ല. നമുക്ക് 8J ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് തള്ളി വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് സൈഡ് സ്കേറ്റ്, ഇതെല്ലാം കമ്പനിയാണ് വന്നിരുന്നത്. കമ്പനി സ്കേറ്റ് തന്നെയാണ് നമ്മൾ ഇതിനകത്തും ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രമ്മിനകത്ത് നമ്മൾ റെഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ് കളർ പെയിൻറ്റ് നമ്മൾ ബാക്ക് ഡ്രമ്മിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ഡിസ്ക് ആയതുകൊണ്ട് നമുക്ക് അവിടെ പെയിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് ഡിസ്കിൻ്റെ കാലിബറിൽ മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക് ഡിസ്ക്, അതായത് ഡിസ്കിൻ്റെ ഹബിനകത്ത് നമ്മൾ റെഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, സൈഡ് വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിൻ്റെ ആദ്യ പാർട്ടിനകത്ത് നമ്മൾ മോൺസ്റ്റർ സ്പോയിലറാണ് ചെയ്തിരുന്നത്. അപ്പോൾ മോൺസ്റ്റർ സ്പോയിലർ നമ്മൾ ഒഴിവാക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇതിനകത്ത് വേറൊരു സ്പോയിലർ ആഡ് ചെയ്യാന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മോൺസ്റ്റർ സ്പോയിലർ ഒഴിവാക്കിയിട്ട് സ്റ്റോക്ക് സ്പോയിലർ തന്നെ വീണ്ടും എടുത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ സ്റ്റോക്ക് സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കമ്പനി തന്ന ഒറിജിനൽ സ്പോയിലറാണ്. ഈ സ്പോയിലറൊക്കെ റെഡ് കളറായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ മാറിയിട്ടാണ് നമ്മൾ ഇത് ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തത്. പിന്നെ ഷാർക്ക് ഫിൻ ആൻഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് FM ആൻറ്റിയാണ്. FM ആൻഡ് പ്രോപ്പറായിട്ട് FM കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്കാവുന്ന ഒരു ആൻറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നേരെ ബാക്ക് വ്യൂ ഉണ്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ടെയിലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ടെയിലൈറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതല്ല, ഇത് കസ്റ്റമൈസ് ചെയ്ത് വരുന്നതാണ്. ഇതിനകത്ത് ബ്രേക്ക്, പാർക്ക്, അതേപോലെ ഇൻഡിക്കേറ്റർ ആൻഡ് റിവേഴ്സ്, ഇതൊന്നും ഇൻഡിക്കേറ്ററും റിവേഴ്സും നമുക്ക് നോർമൽ ബൾബാണ് വരുന്നത്. ഇതിനെ നമ്മൾ LED ഇട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഇതിനകത്ത് LED ബൾബാണ് ഇൻഡിക്കേറ്റർ കിടക്കുന്നത്. അതേപോലെ നമ്മൾ റിവേഴ്സിനകത്തും കിടക്കുന്ന LED ബൾബാണ് നമ്മൾ ഇതിനകത്തിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ബാക്ക് സ്കേട്ടൊക്കെ റെഡ് ആയിരുന്നു, അതെല്ലാം നമ്മൾ മാറ്റി വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കിലൊന്നും അല്ല കേട്ടോ, എൻ്റെ ശരിക്കും വർക്കുകളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ കുറേ വർക്കുകൾ ഈ വണ്ടിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്, ഡോർ ഡാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാ നമുക്ക് ഉള്ളിലേക്ക് പോകണം. നമ്മളെ ഡോറിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഈ ഒരു പീസൊക്കെ വന്നില്ലേ, ഈ പീസിനകത്താണ് നമ്മൾ DDയുടെ തന്നെ കമ്പോണൻറ്റ് സ്പീക്കറിൻ്റെ ട്യൂട്ടർ ആഡ് ചെയ്തിരിക്കുന്നത്. DDയുടെ കമ്പോണൻറ്റ് സ്പീക്കറാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ട്രിബൻ്റെ തന്നെ ഡാമ്പിങ് ഷീറ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഇളക്കിയതിനും ചെയ്തതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് എൻ്റെ കിടപ്പുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് തരാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും നിങ്ങൾ. നമ്മളതിനകത്ത് ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ട്രിബൻ്റെ ഡാമ്പിങ്ങാണ് ചെയ്തിരിക്കുന്നത്. 2 ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് DDയുടെ തന്നെ കോമ്പൗണ്ട് സ്പീക്കർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കിക്കറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഡാമ്പിങ് 2 ലെയറാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 3 ലെയറും വരും, 2 ലെയറും വരും. ഇത് നമ്മൾ 2 ലെയറാണ്. അതിൻ്റെ അകവും പുറമായിട്ട് ചെയ്യും. നമ്മൾ 3 ലെയർ ചെയ്യുമ്പോൾ ഡോർ ഫ്ലാപ്പും കൂടെയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ 2 ലെയർ 3 ലെയർ നമ്മളെടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ, ഞാൻ വണ്ടിയുടെ ഉൾഭാഗത്തേക്കായി കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് റെഡ് ചെയ്തിട്ടുണ്ട്. പില്ലറൊക്കെ റെഡ് കൊടുത്തു. അതേപോലെ നമ്മൾ ഈ ഒരു പീസുണ്ട്, ഈ പീസൊക്കെ നമ്മൾ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ടോപ്പ് എല്ലാം ഫുൾ ബ്ലാക്കിലോട്ട് ചെയ്തിരിക്കുക കണ്ടോ. ഫുൾ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ 2 ആംപ്ലിഫയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ പൈനിയറിൻ്റെ 500 വാട്ട്സിൻ്റെ ആംപ്ലിഫയറും അതേപോലെ തന്നെ സോണിയുടെ 1000 വാട്ട്സിൻ്റെ ആംപ്ലിഫയറും. ഇത് നമ്മൾ രണ്ടും ചെയ്തിരിക്കുന്നത് ഡോർ സ്പീക്കറിലോട്ട് നമ്മൾ ആംപ്ലിഫയറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് 4 ചാനൽ ആംപ്ലിഫയർ നമ്മൾ ഡോറിൽ 4 ഡോറിൻ്റെ ആംപ് ചെയ്തതിനു ശേഷം അതിനകത്ത് ഫ്രണ്ടിൽ നമ്മൾ DDയും ബാക്കിൽ കിക്കറാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ സോണിയുടെ 4 ചാനൽ ലാമ്പ്. നമ്മുടെ ബാക്കിൽ നമ്മൾ പൈനിയറിൻ്റെ തന്നെ ട്യൂബ് ഇരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ട്യൂബും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും നമ്മളോട് പറയാറുണ്ട് ട്യൂബും കൂടെ ഒന്ന് കാണിക്കാത്ത എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്യൂബും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മളെ പൈനിയറിൻ്റെ ട്യൂബാണ്, 1300 വാട്ട്സിൻ്റെ നമ്മളെ പൈനിയറിൻ്റെ ട്യൂബാണ് അല്ലേ. അപ്പോൾ നമ്മൾ പൈനിയറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്, പൈനിയറിൻ്റെ ആംപ്ലിഫയർ. പിന്നെ നമ്മളെ ഫ്രണ്ടിലായിട്ടും നമ്മളെ ഡാഷ് ക്യാം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ 17 MA എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ക്യാമാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. ക്യാമിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലൈനൊക്കെ നമ്മൾ ഈ സൈഡിൽ കൂടെ എടുത്ത് ഇവിടെ സ്റ്റിക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ വയറൊക്കെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഓൾറെഡി തീർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വർക്കുകളെ പെൻഡിങ് ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഡാഷ് ക്യാം ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നു. ഫ്ലാഷ് അപ്പോൾ അതാ ഡാഷ് ക്യാം, അതിൻ്റെ അടിയിലായിട്ടാണ് ഡാഷ് ക്യാം ഇരിക്കുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡാഷ് ക്യാം അതാ കണ്ടില്ലേ, അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഡാഷ് ക്യാമിൽ. അതേപോലെ തന്നെ നമ്മൾ അകത്തേക്ക് വേണ്ടി വണ്ടിയുടെ ഉള്ളിൽ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഡാഷ് ക്യാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്.
ഉള്ളിലത്തേക്ക് വേണ്ടി അതും 17 വരെ തന്നെ ചെയ്തിരിക്കുന്നത്. അതും നമ്മളെ ഉൾഭാഗത്തേക്കുള്ള വീഡിയോസിന് വേണ്ടി മാത്രം എടുത്തൊരു ഡാഷ് ക്യാമാണ്. പിന്നെ നമ്മളിതിനകത്ത് ഡെഫി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പില്ലറിൽ ഡെഫി ചെയ്തിട്ടുണ്ട്. ഇത് പില്ലറിലും ചെയ്യാം, അതേപോലെ ഡാഷ് ബോർഡിൽ നമുക്ക് ഈ ഡെഫി ആഡ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്കാവും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഹീറ്റ് ടെമ്പറേച്ചർ കണ്ടോ, മിക്കുള്ളവരും പറയും ഹീറ്റ് ടെമ്പറേച്ചർ ഒന്ന് പ്രോപ്പറായിട്ട് വർക്കാണല്ലോ പറയും. അതൊക്കെ നമ്മൾ ഈ ഡെഫിക്കകത്ത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഡെഫിക്കകത്ത് നമ്മൾ ഹീറ്റ് ടെമ്പറേച്ചർ ഇപ്പോൾ കിടക്കുന്നത് 70 ആ റേഞ്ചാണ് കിടക്കുന്നത്. പിന്നെ ബാറ്ററി വോൾട്ട് നമുക്ക് നമ്മൾ കറക്റ്റ് ആയില്ലെന്നുണ്ട്. ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ബാറ്ററി വോൾട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് വാർണിങ്ങുകൾ തന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഡെഫിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ ജസ്റ്റ് നമ്മൾ ടാക്കോമീറ്ററാണ് കണ്ടോ, കണ്ടില്ലേ. ഇത് നമ്മളെ ഡെഫിയുടെ അഡ്വാൻസ് ആണ് കേട്ടോ. ഡെഫിയുടെ അഡ്വാൻസ് ഏറ്റവും ടോപ്പ് മോഡലാണ് ഈ ഡെഫിയുടെ അഡ്വാൻസ് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിജിറ്റലാണ് വരുന്നത്. നമ്മൾ ഫോണിലാണ് നമ്മൾ വീഡിയോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചില നേരത്തെ പോവുകയും വരെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്നും ക്ഷമിക്കാതെ എനിക്ക് പറയാനുള്ളൂ, ഇപ്പോഴും പറയാനുള്ളൂ. ഇച്ചിക്കൂടെയൊക്കെ ഡെവലപ്പായിട്ട് നമുക്ക് നല്ലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ മേടിച്ച് നല്ലൊരു വീഡിയോസ് സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാ കണ്ടില്ലേ. അപ്പോൾ ഡെഫി ചെയ്തിട്ടുണ്ട്. അതേപോലെ നിപ്പോണിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നിപ്പോണിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്തൊന്ന് പാട്ടിട്ട് കേൾപ്പിച്ചു തരാം. അതിൻ്റെ സ്റ്റീരിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമ്മൾ NCS സോങ്സ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ NCS സോങ്സ് അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സോങ്സ് ഇട്ടുതരാം. അപ്പം നമ്മളെ സബ് ഒന്നും നമ്മൾ ഇതിനകത്ത് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, സബ്ബൊക്കെ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഡോർ സ്പീക്കറിൽ തന്നെ ഗ്ലാസ് ഇത്രയ്ക്ക് വൈബ്രേഷൻ ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ടുണ്ടോ, ഏതെങ്കിലും വണ്ടിയിൽ കണ്ടിട്ടുണ്ടോ? കാര്യം ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ കമ്പൗണ്ട് സ്പീക്കറിൽ ഡാമ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ സ്പീക്കറിൻ്റെ ശരിക്കുള്ള ക്വാളിറ്റി വരും. അതുമാത്രമല്ല നമ്മൾ ആംപ്ലിഫയറിലാണ് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്തതിന് അത്രയും ക്വാളിറ്റി നമുക്ക് കയറി വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസ് സൈഡ് മിറർ പോലും അത്രയ്ക്കും വൈബ്രേഷൻ ചെയ്യുന്നത്. കാര്യം നമുക്ക് അത്രയും ക്വാളിറ്റി അതിനകത്ത് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡാമ്പ് ചെയ്തിട്ടും വൈബ്രേഷൻ അടിക്കുന്നുണ്ടല്ലോ. സൈഡ് മിററിനകത്ത് നമുക്ക് വൈബ്രേഷൻ പൊതുവേ എല്ലാത്തിനകത്ത് ഡാമ്പ് ചെയ്താലും ഡാമ്പ് ചെയ്തില്ലെങ്കിലും വൈബ്രേഷൻ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് സബും കൂടെ ഒന്ന് ഓണാക്കി കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മളെ നോർമൽ സ്പീക്കർ മാത്രമല്ല. പിന്നെ നമ്മൾ വണ്ടിയിൽ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മോമോര തന്നെ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്റ്റിയറിംഗ് വീൽ മാറുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ മാറിയതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സ്വിഫ്റ്റിൻ്റെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യാൻ നേരത്ത് കുറച്ച് വർക്ക് ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തൊരു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം സ്റ്റിയറിംഗ് തന്നെയായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് പില്ലറും കാര്യങ്ങളൊക്കെ റെഡ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ അതാ നമുക്കിതിനകത്ത് വാൽവട്രോണിക് എക്സോസ്റ്റ് സിംഗിൾ ടിപ്പാണ് കേട്ടോ. അതിൻ്റെ സൗണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് കേട്ട ശേഷം നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ വാൽവട്രോണിക് എക്സോസ്റ്റ് ഇതിനകത്ത് സിംഗിൾ ടിപ്പാണ് എടുത്തിട്ട് കേട്ടോ. സിംഗിൾ പൈപ്പിൻ്റെ സൗണ്ടാണ്. ഇത് സിംഗിൾ ടിപ്പിന്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എക്സോസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ പോയാണ്. ആരെടുത്തേടാ
ഇതിനകത്ത് സ്റ്റേബിളിൻ്റെ 6 പൈപ്പ് ഹെയർ ഹോൺ ചെയ്തിട്ടുണ്ട്. അതായത് ബാബ്സിൻ്റെ വണ്ടിയുടെ എയർ ഹോൺ നമ്മൾ ഈ വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതും കൂടെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് തരാം. അങ്ങനെയുണ്ട് സംഭവം. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഡെഫി, അതേപോലെ തന്നെ നമ്മളെ ടാക്കോമീറ്റർ, എക്സോസ്റ്റ്, ഹെഡ്ലൈറ്റ്, ടൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു വർക്കും കൂടെ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ പൂർണ്ണമായ വർക്കെല്ലാം കംപ്ലീറ്റ് ആകും. അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ് കാര്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വർക്കുകൾ ഓരോന്നര ഞാൻ പറഞ്ഞുതരാം. ഹെഡ്ലൈറ്റ്, DRL ഫോഗ് ലാമ്പ്, അതേപോലെ എക്സോസ്റ്റ്, നമ്മളെ ഇൻറ്റീരിയറിൽ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ MLF മാറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടീൻ്റെ ഉൾഭാഗത്തായി. ഇതാണ്ട് MLF മാറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഡെഫി, ടാക്കോമീറ്റർ കാര്യങ്ങളെല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അടുത്ത നമ്മൾ സ്വിഫ്റ്റിൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത്. വീഡിയോസ് എടുക്കാൻ നേരത്തെ ഒരുപാട് മിസ്റ്റേക്ക് നമ്മൾ ഉണ്ട്. അത് എല്ലാവരും ക്ഷമിക്കുക എന്നാണ് ഞാൻ പറയാനുള്ളത്. കാര്യം നമുക്ക് ഇച്ചിരി ഡെവലപ്പ് ആയതിനു ശേഷം, നമുക്ക് പണ്ടൊക്കെ യൂട്യൂബ് റവന്യൂ ഒക്കെ വന്ന് തുടങ്ങിയതിനു ശേഷം നമുക്ക് നല്ലൊരു ക്യാമും കാര്യങ്ങളൊക്കെ മേടിച്ച് നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. യൂട്യൂബ് റവന്യൂ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് യൂട്യൂബ് റവന്യൂ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങത്തുള്ളൂ. അപ്പം എന്നാലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്യാമൊക്കെ എടുത്ത് ഒരു GoPro ഒക്കെ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അധികമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ വീഡിയോസ് ഉള്ള എല്ലാവർക്കും അതിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇറങ്ങുക. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ചെയ്ത വർക്ക് നമ്മൾ ഷോപ്പിൽ തന്നെ ചെയ്ത വർക്കുകളാണ്. അപ്പോൾ ഈ വർക്കിൻ്റെ വീഡിയോസൊക്കെ പാർട്ട് ഓരോ പാർട്ടായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. DD ചെയ്യുന്നതായാലും ഹെഡ്ലൈറ്റ് ചെയ്യുന്നതായാലും എല്ലാത്തിൻ്റെ പാർട്ട് വീഡിയോസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ ഒട്ടുമിക്കതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോസ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.